എന്ത് വില കൊടുത്തു എനിക്ക് അവന്മാരെ പിടിച്ചേ പറ്റത്തുള്ളൂ. ആ SP യുടെ കഴുതേന്നുള്ള വിളി ഇനി എനിക്ക് കേൾക്കാൻ വയ്യ. കുഴപ്പമില്ല സാറേ, ഞങ്ങളൊക്കെ ഉണ്ടല്ലോ കൂടെ. അതാണല്ലോ കുഴപ്പം. നോക്ക്, ആ CI സിംഗം ശിവൻ, അയാളെ കണ്ണിപ്പെടണ്ട. നമുക്ക് വേറെ എവിടെയെങ്കിലും റൂം എടുക്കാം. നീ വണ്ടി എടുക്കും. നീ കേട്ടോ, ഇയാളുടെയും കൂടി സഹായം ഉണ്ടെങ്കിൽ നമുക്ക് അവന്മാരെ പെട്ടെന്ന് പിടിക്കാൻ പറ്റും. എങ്ങനെ? കുറച്ച് തൊട്ടെറിഞ്ഞാൽ മതി. ആഹാ, എടാ നിനക്ക് ഇടയ്ക്കൊക്കെ ബുദ്ധി വരുന്നുണ്ടല്ലേ. സാർ നമസ്കാരം. സാർ നമസ്കാരം. ഞാൻ നമ്പ്യ. ഞാൻ മേനോൻ. ഞാൻ നായർ. നീയോ? ഞാൻ പണിക്കില്ല. എന്തോ ജാതി പറഞ്ഞു കളിക്കുന്നു. അല്ല സാർ, ഞങ്ങള് നമ്പ്യാരെന്ന് പറയുകയായിരുന്നു. ഞങ്ങളൊരു ഡീല് സംസാരിക്കാൻ വന്നതാ. സാറിന് ഞങ്ങൾക്ക് ഒരുപോലെ ഗുണമുള്ള കാര്യാ. എന്ന് വെച്ചാൽ വിശദമായിട്ട് പറഞ്ഞുതരാം സാർ. പറയൂ. ഞങ്ങളും ആ ബാങ്ക് കൊള്ളക്കാരുടെ പുറകിലാ. കൊള്ളയടിച്ചവന്മാർ ഇപ്പൊ എവിടാന്നൊക്കെ ചില സൂചനകൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അവരെ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ഞങ്ങൾക്ക് വിട്ടുതരണം, എന്നിട്ട് അറസ്റ്റ് ചെയ്യാവൂ. വെറുതെ വേണ്ട, സാറിന് ഇഷ്ടം പോലെ കൈക്കൂലി തരും. കൈക്കൂലിയോ? എനിക്കോ? സാറേ നീ വന്നേ. ഞെട്ടിന് കണ്ടാ തോന്നുന്നു ഇതുവരെ കൈക്കൂലി വാങ്ങിയിട്ടില്ലെന്ന്. ആ ശ്വാസം വിട്ടെ. എന്റെ സാറേ, സാറായിട്ട് ആ കള്ളന്മാരെ പിടിക്കാൻ പറ്റത്തില്ല. പതുക്കെ പറയാം. ഇവന്മാരുമായിട്ടുള്ള ഡീല് സമ്മതിച്ചാൽ കള്ളന്മാരെയും കിട്ടും, ക്യാഷും കിട്ടും. പിന്നെ ആ SP സാറ് സാറിനെ വിളിക്കുന്ന കഴുതെന്നുള്ള വിളിയില്ല, അതും ഉണ്ടാവില്ല. ഇടിക്കാനാണോ എന്തോ? എന്താ സാർ? കൈക്കൂലി തരില്ല സാർ. അതിനല്ലടോ പിന്നെ ഡീല് സമ്മതിച്ചു. സമ്മതിച്ചു. സെൽഫി എടുക്കാം. സെൽഫിക്കായിരുന്നു. എന്തെങ്കിലും ഒന്ന് വാതുറന്ന് പറയേ. ഇന്നലെ മുതൽ ഞാൻ ശ്രദ്ധിക്കുക. നിനക്കിതെന്താ പറ്റിയത്? നിനക്ക് ആ ടാക്സി ഡ്രൈവർ പെണ്ണുമായിട്ട് എന്താ ബന്ധം? ആ കുട്ടിയെ നിനക്ക് ഇതിനു മുമ്പ് അറിയോ? മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഷിംലയിൽ ട്രാവൽ ഏജൻസി നടത്തിയിരുന്ന കാലം. നല്ല വരുമാനം, നല്ല ജീവിത സാഹചര്യങ്ങൾ. എങ്കിലും നാട്ടിൽ നിന്നും വിട്ടു നിൽക്കുന്നതിൻ്റെ ഒറ്റപ്പെടലും ഏകാന്തതയും അലട്ടിയിരുന്ന സമയം. ഇടയ്ക്ക് എപ്പോഴെങ്കിലും വരുന്ന അമ്മച്ചിയുടെ ഒരു ഫോൺ കോളോ കത്തോ നിധി പോലെ സൂക്ഷിച്ചിരുന്ന കാലം. ടൂറിസം പ്രൊമോഷൻ കൗൺസിലിൻ്റെ ആർട്ട് ഫെസ്റ്റിവലിൻ്റെ ഭാഗമായി കേരളത്തിൽ നിന്ന് വന്ന കഥകളി സംഘത്തിൻ്റെ യാത്രകളുടെ ചുമതല എൻ്റെ ട്രാവൽ ഏജൻസിക്കായിരുന്നു. അവരെ സ്വീകരിക്കാൻ പോയപ്പോഴാണ് ഞാൻ ആദ്യമായി അവളെ കാണുന്നത്. വേഴാമ്പൽ മിഴികൾ തിരയുന്നുവോ, ശരറാന്തൽ ചിരികൾ ഉണരുന്നുവോ. വേഴാമ്പൽ മിഴികൾ തിരയുന്നുവോ, ശരറാന്തൽ ചിരികൾ ഉണരുന്നുവോ. അനുരാഗം മഞ്ഞായി പൊഴിയുന്നുവോ, വിണ്ണോളം നാണം അലയുന്നുവോ. വേഴാമ്പൽ വിഭിന്ന സ്വഭാവക്കാരായ സംഘത്തിലെ അംഗങ്ങളെ ഒരുമിച്ച് കൊണ്ടുപോകുന്നതിലെ അവളുടെ മിടുക്ക്. എല്ലാവരോടും ചിരിച്ചും തമാശ പറഞ്ഞും ആ ദിവസങ്ങൾ വളരെ ലൈവാക്കി നിർത്തിയ അവൾ. आप जाओ और 5 बजे आओ. എന്ത് രസമായിട്ടാണ് ഹിന്ദി സംസാരിക്കുന്നത്. ഇവിടെ എവിടെയെങ്കിലുമാണോ പഠിച്ചത്? മലയാളിയാ? 1 വർഷം മുമ്പ് വരെ. ഇപ്പൊ ഇവിടുത്തെ ലോക്കലാ? അല്ല, അപ്പോ വണ്ടിക്കകത്തിരുന്ന് ഞങ്ങള് നിങ്ങളെ കളിയാക്കിയതൊക്കെ സാരല്ല. എന്നെ കുറിച്ച് ഇതിലും മോശമായ കാര്യങ്ങളാണ് സാധാരണ ആൾക്കാർ സംസാരിക്കാറുള്ളത്. അപ്പോ 5 ബജെ മേ ആത്ത.
ഹിമാചൽ പ്രദേശിൽ അങ്ങോളം ഇങ്ങോളം 12ഓളം പരിപാടികൾ. 3 ആഴ്ചക്കാലം ഞാൻ ആ സംഘത്തോടൊപ്പം യാത്ര ചെയ്തു. ആദ്യ കാഴ്ചയിൽ തോന്നിയ ആകർഷണം പിന്നെ ആരാധനയും പ്രണയവുമായി മാറിയത് എപ്പോഴാണെന്നറിയില്ല. അവളും എന്നിലേക്ക് അടുത്തതായി എനിക്ക് തോന്നി. കാത്തിരുന്ന പെണ്ണിൻ നിഴലാട്ടമുണ്ട് ദൂരെ, വാഗപൂക്കും പാതിരാവിൻ ലാസ്യയാനങ്ങളിൽ. കാത്തിരുന്ന പെണ്ണിൻ നിഴലാട്ടമുണ്ട് ദൂരെ, വാഗപൂക്കും പാതിരാവിൻ ലാസ്യയാനങ്ങളിൽ. പൂങ്കാറ്റും നീയും നനയുന്നുവോ, മൗനങ്ങൾ ചുണ്ടിൽ തളരുന്നുവോ. വേഴാമ്പൽ മിഴികൾ തിരയുന്നുവോ, ശരറാന്തൽ ചിരികൾ ഉണരുന്നുവോ. ജാലകങ്ങൾ നീളെ വനമുല്ലകൾക്കു ചാരെ, തേടി നിന്നെ നീലരാവിൻ സ്വപ്നയാമങ്ങളിൽ. ജാലകങ്ങൾ നീളെ വനമുല്ലകൾക്കു ചാരെ, തേടി നിന്നെ നീലരാവിൻ സ്വപ്നയാമങ്ങളിൽ. ഗന്ധർവൻ നീർത്തും ജലശയ്യയിൽ ഇരുമയും ഒന്നായി അലിയുന്നുവോ. വേഴാമ്പൽ മിഴികൾ തിരയുന്നുവോ, ശരറാന്തൽ ചിരികൾ ഉണരുന്നുവോ. അനുരാഗം മഞ്ഞായി പൊഴിയുന്നുവോ, വിണ്ണോളം നാണം അലയുന്നുവോ. വേഴാമ്പൽ ശരറാ